ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ചെമ്പരിക്ക ബീച്ചിലെ സൂര്യാസ്തമയമാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു സൂര്യാസ്തമയം. 4-5 ദിവസമായി നല്ലൊരു സൂര്യാസ്തമയം കണ്ടിട്ട്. കാരണം ധാരാളം മഴക്കാറുള്ള സമയമായിരുന്നു. ഇപ്പോഴത്തെ ഇവിടെ സൂര്യാസ്തമയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കടലിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നിറഞ്ഞ ഒരു പാറയാണ് ഈ കാണുന്നത്. ഇങ്ങനെ കടല് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ മനോഹരമായി സൂര്യാസ്തമയം ആയപ്പോഴത്തേനും കടൽ നന്നായിട്ട് തിരച്ച് കയറുകയാണ്. വേലിയേറ്റം തുടങ്ങിക്കഴിഞ്ഞു. ഈ സൈഡിലൊക്കെ നല്ല തിരയാണ്. ഭയങ്കര തിരയായി കേട്ടോ. തിരൻ്റെ അടുത്തോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് തിര. ആ കല്ലൊക്കെ മൂടി തിരയടിക്കുകയാണ്. ഇതൊക്കെ ഇത്ര നേരവും ഒരു കുഴപ്പമില്ലാതെ നിന്നിരുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇത്രയും വലിയ തിരകൾ വരാൻ തുടങ്ങിയിരിക്കുന്നത്. സൂര്യൻ ചുവപ്പ് കളറിലേക്ക് മാറുകയാണ്. ഓറഞ്ച് കളറിൽ നിന്നും ചുവപ്പിലേക്ക് മാറുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. കടലൊക്കെ ഓറഞ്ച് കളർ മാറാൻ തുടങ്ങി. നിസ്കാരത്തിൻ്റെ സമയമായി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ബീച്ചിൽ. ഇതാണ് പള്ളി. ഇതാ ബീച്ചിൽ കുറേ ബൈക്കുകൾ, ഞാനും കുഞ്ഞിയും അല്ലാതെ ആരുമില്ല. അപ്പോഴത്തെ കുഞ്ഞിയുടെ അടുത്തോട്ട് ഞാൻ പോവാം. കുഞ്ഞ് കിടന്നുറങ്ങുന്നു. കടലിലെ തിരമാലകളൊക്കെ കയറിയിട്ടുണ്ട്. വേലിയേറ്റം തുടങ്ങിയിട്ടുണ്ട്. അസ്തമയത്തോടു കൂടി വേലിയേറ്റം തുടങ്ങി. ഈ തടി കിടക്കുന്ന ഭാഗം വരെ വെള്ളം കയറി വരും രാത്രിയിൽ. നല്ല തിരയുണ്ട്, നല്ല രസമുള്ള തിരകൾ. ആ കരയാണ്, അങ്ങ് അകലെ കാണുന്ന ആ കരയാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയ കാപ്പിൽ ബീച്ച്. ആഹാ, എന്താ ഭംഗി! തിരയടിച്ച് കയറുന്നത്. വളരെ ദൂരത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഈ ചെമ്പരിക്ക ബീച്ച്. പാൽപ്പാതയുമായിട്ട് കടലിങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ രസം! ഇത് വന്ന് ആസ്വദിച്ചാലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടത്തുള്ളൂ. ഇത് ഞാൻ പറയുന്നതുകൊണ്ടോ ഇതിൽ കൂടെ കാണുന്നതുകൊണ്ടോ ഒന്നും അതിൻ്റെ ആ ഒരു സുഖം കിട്ടില്ല. കല്ലുകൾ നിറഞ്ഞ ആ ഏരിയ
ഒരു മുനമ്പ് പോലെ കടലിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ നമുക്ക് നല്ല രീതിയിൽ കടലിൻ്റെ ഇരുവശവും ഈ മുനമ്പിൻ്റെ ഇരുവശവും നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. വിശാലമായ ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇറങ്ങിപ്പോകാം. പക്ഷേ ഇപ്പോൾ കടൽത്തിരകൾ കുറവുള്ള സമയമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ താഴോട്ടിറങ്ങി ഇതുണ്ടോ, ഇവിടെയൊക്കെ തിരയടിച്ച് കയറുന്നതാണ്. അപ്പോൾ ഇത് കടലിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ തിരയടിച്ച് കയറി വെള്ളം കയറി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോയി കടലിൻ്റെ വിശാലതയിലേക്ക് നമുക്ക് കാഴ്ചകൾ കാണാം. അടിപൊളി ഒരു ഗ്യാപ്പാണ് ഇവിടെ കേട്ടോ. അതായത് ഇത് കണ്ടോ, ഒരു വാതിൽ പോലെ തുറക്കുന്നൊരു സ്ഥലം. ഇതിങ്ങ് കയറി വന്നാലേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ സൈഡ് വഴി കയറി വരണം. വളരെ മനോഹരം. ഇത് നടുക്ക് കല്ലുകൾ, 4 ചുറ്റും ഒരു കോട്ട പോലെ കല്ലുകൾ നിൽക്കുകയാണ്. വരുന്നവർക്കൊക്കെ വൈബടിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ചെമ്പരിക്ക ബീച്ച്. കേട്ടോ, പാറയുടെ മേളിലൊക്കെ ഈ വീഡിയോ ഷൂട്ടിനും ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ്. അതായത് നോക്കി അങ്ങ് അകലെ കടൽ, ഈ കടൽ ഇങ്ങോട്ട് ചെയ്തതാണ്. ആഹാ, നല്ല തിരകളൊക്കെയാണ് ഇങ്ങോട്ട് കടൽ അടിച്ച് കയറി വരും. ഇപ്പോൾ തിര കുറവാണ്. ആ സൈഡിലൊക്കെ പാറക്കെട്ടുകൾ ഉള്ളതുകൊണ്ടാണ് തിര കാണി നിൽക്കുന്നത്. പ്രതീക്ഷിച്ചതാണ് കയറി വന്നു കഴിഞ്ഞു. പ്രതീക്ഷിച്ചതാണ്. ഇതൊക്കെയാണ് കാഴ്ചകൾ. നമ്മുടെ യാത്രയിലെ പ്രധാന കാഴ്ചകളൊക്കെ ഇത് തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഓരോ സീനുകളൊക്കെ ഉണ്ടാകും. ചില സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കും അത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെയാലും ആ ഒരു തിരയടിച്ച് കയറിയത് നമുക്ക് കാണാൻ പറ്റി. കുറേ സമയം വെയിറ്റ് ചെയ്താലേ ഉള്ളൂ അങ്ങനെ ഒരു തിര കയറി വരത്തുള്ളൂ. കാരണം എല്ലാ തിരകൾക്കും അത്രയ്ക്ക് ഇത് പ്രഷർ കാണിയല്ല. ഒരു 5-6 തിരകൾ കാത്തിരിക്കാം. ആഹാ, കാത്തിരിക്കാമെന്ന് പറഞ്ഞപ്പോഴേ നമുക്കിത് ഇവിടം വരെ വെള്ളം കയറിയ ഒരു തിര കിട്ടി. ഇത് ഇവിടെ നോക്കാം. ഞാൻ ചോദിച്ചപ്പോൾ കടലമ്മ എനിക്ക് തിരകൾ കൊണ്ടുവന്ന് തരുവാണോ? ഒരു വലിയ തിര വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അടിപൊളി പൊളിക്ക്. ആഹാ, കടലമ്മയോട് ചോദിച്ചപ്പോൾ കടലമ്മ തിര കൊണ്ടുവന്ന് തരുവാണ്. അങ്ങനെ ചെമ്പരിക്ക ബീച്ചിൻ്റെ ഒരു വാതിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് ഒരു വാതിൽ പോലെ കാണുന്ന സ്ഥലം. ഇതൊരു സൂപ്പർ സ്ഥലമാണ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വാതിലിൻ്റെ അകത്തൂടെ നമ്മൾ, ഒരു ഫ്രെയിമിൻ്റെ അകത്തൂടെ നമ്മൾ കടൽ കാണുന്ന ഒരു പ്രതീതിയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. ഈ വാതിലിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സീൻ ഇതാണ്. നിറയെ പാറക്കെട്ടുകളുടെ നടുവിൽ ഒരു കുഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല തിരയുള്ളപ്പോൾ ഇതിലെ ക്രോസ് ചെയ്ത് വെള്ളം അടിച്ചു കയറി പോകുന്നതാണ്. ഇതിൻ്റെ മുകളിലൂടെയെല്ലാം നല്ല രീതിയിൽ വെള്ളം അടിച്ചു കയറുന്ന സ്ഥലമാണിത്. അതാണ് ചെമ്പരിക്ക ബീച്ചിൻ്റെ പ്രത്യേകത തന്നെ. നമുക്ക് ഇറങ്ങിപ്പോയി നമുക്ക് ആ കല്ലിൻ്റെ പാളിയൊക്കെ, ഇവിടുന്നൊക്കെ പൊട്ടിപ്പോയ കല്ലുകളായിരിക്കും. ഇത് കണ്ടോ, ഇതൊക്കെ ഉപ്പിൻ്റെ രസത്തിൻ്റെ ഇതുകൊണ്ട് വിണ്ട് നിൽക്കുന്നതാണ്. ഇതും താമസിയാതെ വലിയ കടൽത്തിര വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടി കുറേശ്ശെ അങ്ങോട്ട് വീഴും. അങ്ങനെയാണ് കടലിലേക്ക് ആ കല്ലുകളെല്ലാം വീണ് കിടക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മുൻപ് വാതിൽ പോലെ ഉണ്ടായിരുന്ന സ്ഥലമായിരിക്കും. അതിനുശേഷം കടൽ കയറി ഇതില്ലാതായതാണ്. കല്ലുകളൊക്കെ മറിഞ്ഞു വീണതാവണം. പൊട്ടി നിൽക്കുന്ന കല്ലുകളെല്ലാം വിണ്ട് കീറി. ഇത് കണ്ടോ, ഡിസൈൻ വരച്ച പോലെയാണ്.
ഇത് ഏതാണ്ട് കത്തി കൊണ്ട് കീറിയ പോലെയുണ്ട്, കേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ്. കല്ലുകൾ തിരയടിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അടന്നു പോയിരിക്കുന്നു. ഇത് കണ്ടോ, ഈ കല്ലൊക്കെ കണ്ടോ? ഇതൊക്കെ ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇത് പൊട്ടി ചെറിയ പീസുകളായിട്ട് നിലത്ത് വീഴും. അപ്പോൾ അങ്ങനെയാണ് ഈ പാറയൊക്കെ കണ്ടോ, അതൊക്കെ ഇങ്ങനെ വീണ് ആ കടലിലോട്ട് പിന്നീട് തിര വരുമ്പോഴത്തേനും തിരിച്ചു വലിച്ച് കടലിലോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആ പാറക്കൂട്ടത്തിൻ്റെ മുകളിലേക്കും തിരകൾ അടിച്ച് കയറി വരുന്നുണ്ട്. കർണാടകത്തിൽ നിന്നുള്ള ആൾക്കാരാണ് അവർ. നമുക്ക് ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട്, അവരെ കണക്ട് ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇവരെ വീണ്ടും കാണാം. നമ്മൾ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല, ഇടയ്ക്ക് കൂടുതൽ വർത്തമാനം പറയുമായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ കണക്ട് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇത് കണ്ട രണ്ടുപേര് നമ്മുടെ കുഞ്ഞിനെ കാണാൻ വന്നിട്ടുണ്ട്. മകളുടെ പേരെന്നാടാ? പേരെന്നാ? റഷീദ്. മുഹമ്മദും റഷീദുമാണ് വന്നിരിക്കുന്നത്. ഇത് കുഞ്ഞിക്ക് ഇറങ്ങണം എന്നാണ് പറയുന്നത്, പക്ഷേ ഞാനിപ്പോൾ ഇറക്കിയല്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ. ഇച്ചിരി കഴിഞ്ഞിട്ട് ഇറങ്ങാവേ കേട്ടോ. കേട്ടോ കുഞ്ഞി, വെള്ളം വേണോ? വെള്ളം തരാം. ചെമ്പരിക്ക ബീച്ചിലൂടെ ഞങ്ങളൊന്ന് നടക്കാൻ പോവുകയാണ്. കുഞ്ഞിയുണ്ട്, ഞാനുണ്ട്. പതിയെ താഴോട്ടിറങ്ങി ഈ കമ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഞങ്ങൾ കയറാൻ പോവുകയാണ്. അതൊക്കെ ഈ തടിയുടെ മുകളിലൊന്ന് കയറിയിരുന്നു. ആ അതെ, കുഞ്ഞിതേ ഇവിടെ കിടന്നൊരു തടിയുടെ മുകളിലൊക്കെ കയറിയിരിപ്പുണ്ട്. ആണ്ട് ഓടി വരുന്നു. എന്നതാ അടി ഇത്? വാ കയറുക. ആ പൊക്കോ വാ കേട്ടോ. നടക്ക്. അപ്പം ചെമ്പരിക്ക ബീച്ചിൽ അസ്തമയ സൂര്യൻ നമ്മളെ തൊട്ട് തഴുകി നിൽക്കുകയാണ്. വളരെ മനോഹരമായ ആ കാഴ്ച ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴത്തെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തെ കാഴ്ച കണ്ടോ, കടപ്പുറത്തൂടെ മയിലുകൾ നടക്കുന്നു. ഇവിടെ ഒരു 10-12 മയിലുണ്ട്. അതിൽ 1-2 പേരാണ് ഈ വന്ന് നിൽക്കുന്നത് കണ്ടോ. പാറയുടെ മുകളിൽ ഒരാൾ, ഇതിലെ ഒരാൾ നടക്കുന്നു. ഇതാണ് കടപ്പുറത്തെ രാവിലത്തെ കാഴ്ച. ഇനിയുണ്ട് വേണ്ടേ, അവിടെ ഒരാൾ നടക്കുന്നുണ്ട് ആ വള്ളത്തിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ പോകുന്നു. പെൺമയിലുകളാണ്, ആൺമയിലിനെ കാണുന്നില്ല. 2 പേര് തുള്ളി കളിച്ച് പോകുന്നുണ്ട്. പാറക്കിടയിലൂടെ പോകുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ കടപ്പുറത്തെ കാഴ്ച. നമ്മൾ കാട്ടിൽ കാണേണ്ട ആൾക്കാർ കടപ്പുറം വരെ എത്തിയിട്ടുണ്ട്. പോകുന്നു. ഇതാണ് രാവിലെ വെളുത്ത് വന്നതേ ഉള്ളൂ. ഇതുണ്ടോ അവസ്ഥ കണ്ടോ, ഇന്ന് നല്ല മഴക്കാറാണ്. അതുകൊണ്ട് കടൽ ഇച്ചിരി കയറ്റമുണ്ട്. വഴി കൂടിയൊക്കെ മയിൽ നടന്നു പോകുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പോകുന്നു 2 പേര്. അവർ കൊത്തിപ്പറക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ശരി, നമുക്ക് യാത്ര തുടരാം. ഒരു പുള്ളി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നോ? കണ്ടിട്ടറിയോ എവിടെയെങ്കിലും നിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടല്ലോ? എവിടെ വെച്ചാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം 14 ജില്ലയിലും 10,000 ജില്ലയിൽ ഈ ജില്ലയിൽ തന്നെ കണ്ടിരുന്നു 2 ദിവസം മുമ്പ്. കാപ്പിൽ ബീച്ചിൽ. ചോരയും വെള്ളേ. എനിക്ക് വയ്യ. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ കിടന്നു നമ്മുടെ ചെമ്പരിക്ക ബീച്ചിൽ.
അവിടെ കിടന്ന് ഉറങ്ങി. ഇപ്പൊ എങ്ങോട്ടാ? ശരി. മധൂര് നമ്മുടെ ഇതിന്റെ ലാസ്റ്റ് അല്ല, കർണാടകയാണ്. കുറച്ചേ ഉള്ളൂ. ആ, ഞാൻ മധൂര് കഴിഞ്ഞിട്ടാണോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്, മറ്റേ മസൂരിലോട്ടൊക്കെ പോകുന്നത്? അല്ല വേറെ. ഇരിക്കുകയാണ്. ഇതാണ് മാലിക് ദിനാർ പള്ളിയുടെ പ്രധാന കവാടം. ഇവിടെ എത്തീംഖാനയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് പള്ളിയുടെ ഉള്ളിലേക്കുള്ള പ്രവേശനം AD 693 ഈ പള്ളി സ്ഥാപിക്കുന്നത്. മാലിക് ബിൻ ദിനാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പള്ളി സ്ഥാപിക്കുന്നത്. ആ നടുവിൽ കാണുന്നതാണ് ഇവിടുത്തെ പഴയ പള്ളി. ഇതാണ് മാലിക് ദിനാറിൻ്റെ കബറിടം. ഞാനതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല, കാരണം അവിടുത്തെ ആചാര രീതികളൊന്നും എനിക്ക് അത്ര വശമില്ല. അപ്പോൾ ഈ നടുവിൽ കാണുന്നതാണ് അദ്ദേഹം സ്ഥാപിച്ച പള്ളി. 6-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണിയുന്നത്. അതിനോടനുബന്ധിച്ചുള്ള മറ്റ് കെട്ടിടങ്ങളാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട കോട്ടയുണ്ടല്ലോ, ചന്ദ്രഗിരി കോട്ട, അതാണ് ആ കാണുന്നത്. എൻ്റെ മുമ്പിൽ കാണുന്നതാണ്. ഇതാണ് ചന്ദ്രഗിരി പുഴ. പുഴ വന്ന് കടലിലേക്ക് തീരുന്ന ഭാഗം നമ്മൾ ഇന്നലെ പോയി കണ്ടിരുന്നു. ആ ചന്ദ്രഗിരി കോട്ടയുടെ എതിർവശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ചന്ദ്രഗിരി പുഴയുടെ എതിർവശം മാലിക് ദിനാർ മസ്ജിദിൻ്റെ അടുത്താണ്. ആ മാലിക് ദിനാർ മസ്ജിദ് കണ്ടിട്ട് നമ്മളിപ്പോൾ ഈ പുഴയോരത്തോട്ട് വന്നതാണ്. വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ടൂറിസം വികസിച്ചിട്ടില്ലാത്ത ഒരു മേഖല, അതുകൊണ്ട് വലിയ പൊല്യൂഷനൊന്നുമില്ല. പിന്നെ അടിപൊളി ഏരിയ. ഇതാണ് റെയിൽവേ മേൽപ്പാലം. അതിൻ്റെ അപ്പുറത്തെ സൈഡ് വഴിയാണ് ഞാൻ വന്നത്. തേണ്ട ആ ടവറൊക്കെ കാണുന്ന ഭാഗത്തൂടെയാണ് ഞാൻ വന്നത്. ഇതുണ്ടോ, പുഴയുടെ തീരത്ത് ഞാനിരിക്കുമ്പോഴത്തേനും ട്രെയിൻ പോകുന്നത് കാണാം. നല്ല രസമുള്ള കാഴ്ച. കാസർഗോഡ് സ്റ്റേഷനിലോട്ട് ആ ട്രെയിൻ എത്തുകയാണ്. തൊട്ടടുത്താണ് സ്റ്റേഷൻ. പുഴയുടെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. ചന്ദ്രഗിരി പുഴ. നമ്മളിപ്പോൾ മസ്ജിദിൻ്റെ ഇവിടെ കുളിക്കാൻ വന്നതാണ്. അപ്പോഴത്തെ കുറച്ച് ആളുകളെ കണ്ടുമുട്ടി. ഇവരൊക്കെ കർണാടകത്തിൽ നിന്നുള്ളതാണ്. आपका नाम क्या है जी? സലീം ഭായി കർണാടകത്തിൽ നിന്ന് ഇവിടെ മസ്ജിദിലോട്ട് വന്നതാണ്. ബൈക്കിലാണ് വന്നിരിക്കുന്നത്. आपका नाम? സലീം മാലിക്. ये सलीम है, ये मालिक है, सलीम मालिक. आपका नाम? मोहम्मद
ഷനൂരി, മുഹമ്മദ് ഷനൂരി. അപ്പോൾ 3 പേരും ഇവിടെ നമ്മുടെ മസ്ജിദ് കാണാൻ വേണ്ടി വന്നതാണ്, മക്കാമൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ താഴെ കണ്ടോ, ഞാനിവിടെ തുണിയൊക്കെ അലക്കി റെഡിയാക്കി ഇടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ മാലിക് ദിനാർ മസ്ജിദിൻ്റെ വക ഒരു കുളമാണ്. അപ്പോൾ ഇവിടെ നീന്തൽ പരിശീലനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേ ഇവിടെ കുറേ കുട്ടിക്കുറുമ്പന്മാർ നീന്തി കളിക്കുന്നുണ്ട്. ടീമുകൾ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, ഇപ്പോഴാണ് കാണുന്ന ഒരുത്തൻ. 2-3 പേരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു 3 പേർക്കേ നന്നായിട്ട് നീന്തൽ അറിയത്തുള്ളൂ. അവർ വേറെ ബാക്കിയുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം ഇവിടെ ഉഴപ്പനായിട്ടിരുന്നവൻ ഇപ്പോൾ വെള്ളത്തിൽ ചാടിയിരിക്കുന്നു. കലക്ക വെള്ളമാണ് കേട്ടോ, ചെളിയാണ് മൊത്തം. ചെളി മുഴുവൻ അവന്മാർ ഒരുമാതിരി മറ്റേ പോത്തിനായിട്ട് പൂട്ടിയ പോലെ ആക്കിയിട്ടുണ്ട് കുളം. ആശാന്മാർ പതിയെ നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 3 പേർക്ക് നന്നായിട്ട് നീന്താൻ അറിയാം, 3 അല്ല 4 പേർക്ക്. ബാക്കിയുള്ളവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മക്കാമ്, മേളിൽ കാണുന്നത് മക്കാമാണ്. ഇത് കോളേജ് കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. ഞാൻ ആദ്യം അവിടെയായിരുന്നു, അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ഈ വഴിയെ കറങ്ങി ഈ കായലിൻ്റെ സൈഡിൽ കൂടെ, കായലല്ല ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയാണ് വന്നത്. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. നോക്കിയേ, ഇത് അഴിമുഖമാണ്. അഴിമുഖത്ത് നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറി കിടക്കുന്നതാണ് കേട്ടോ. അതാണ് ഹാർബർ, ഈ സൈഡിൽ കാണുന്നതാണ് ഹാർബർ. അപ്പോഴത്തെ നമ്മളിങ്ങോട്ട് വന്നതാണ്. കണ്ടൽക്കാടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, കണ്ടൽ തുരുത്തുകളാണ് ഇതെല്ലാം. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ വന്ന വഴിയിൽ മുഴുവൻ ഇങ്ങനത്തെ കാഴ്ചകളാണ് കാണുന്നത്. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇത് കണ്ടോ, ആ ഏരിയ ഒക്കെ. ഇത് പുതിയത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ കൂടെ വന്ന് ഞാനിവിടെ വന്ന് തുണിയൊക്കെ അലക്കിയിട്ട് ഇനിയിപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ ഇവിടുന്ന് പതിയെ യാത്ര തിരിക്കാം. ഇനിയിപ്പം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോഴത്തെ ഓരോരുത്തർ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുന്ന സീനൊക്കെയാണ് കാണുന്നത്. അതേസമയത്ത് കുഞ്ഞ് ഈ കളിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അവർക്ക് ആ പാത്രം വെക്കുന്നത് ശരിയാകുന്നില്ല. അവർക്ക് കയറി കിടന്ന് സുഖമായിട്ട് കിടന്ന് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ലെന്നാണ്. അതുകൊണ്ട് ഇനി ഈ പാത്രം, എൻ്റെ സോപ്പും പാത്രം മാറ്റാനുള്ള സമയമായി. എവിടെയെങ്കിലും പൊക്കി വെക്കണം, അപ്പോൾ അവൾക്ക് കിടന്നുറങ്ങാൻ പറ്റും. അല്ലേ കുഞ്ഞി? സോപ്പും പാത്രം പൊക്കി വെച്ചാൽ പോരെ, അപ്പോൾ കിടന്നുറങ്ങത്തില്ലേ? അതിനുള്ള പണി ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഏതെങ്കിലും കൂടിൻ്റെ അകത്താക്കി മുകളിലോട്ടാക്കാം. അതുവരെ തൽക്കാലം നീ കിടക്ക് കേട്ടോ. ബിസ്ക്കറ്റ് തരട്ടെ? ബിസ്ക്കറ്റ് തരട്ടെ? ബിസ്ക്കറ്റ് തന്നാൽ മതി കേട്ടോ.